റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതാണ് നമ്മുടെ ടോപ്പിക്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഞാനിതിനെ ഷോർട്ടാക്കിയിട്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി. റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്? അതാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ കൂടി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ഡെറിവേഷൻ ചെയ്യാനായി നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ശ്രദ്ധിക്കണം. അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുക്കുന്നു. അതിൽ രണ്ട് സർഫസുകളുണ്ട്. ഒന്ന് സർഫസ് എ, രണ്ടാമത്തേത് സർഫസ് ബി. രണ്ട് സർഫസുകളും തമ്മിലുള്ള ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് ഡി ആർ. ഞാൻ മുകളിലെ സർഫസിനെ ചെറിയ റെഡ് ഡോട്ടുകൾ കൊണ്ടും അതിൻ്റെ താഴെയുള്ള സർഫസിനെ ബ്ലൂ ഡോട്ടുകൾ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സർഫസുകളുടെ താഴെയായി ഞാൻ ഒരു ചാർജിനെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തായി ഞാൻ ഒരു ചാർജിനെയും വെച്ചിട്ടുണ്ട്. വിചാരിക്കുക അതൊരു പോസിറ്റീവ് ചാർജാണ്. അതാണ് നമ്മുടെ സോഴ്സ് ചാർജ്. കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായി നമ്മൾ ഒരു പക്ഷേ ടെന്നീസ് ബോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ടെന്നീസ് ബോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്. അതായത് അതിൻ്റെ ഉൾഭാഗം എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. അത്യാവശ്യം നല്ല കനമുള്ള ഒരു പുറം ഭാഗം ഉണ്ടായിരിക്കും. ആ ടെന്നീസ് ബോളിൻ്റെ സെൻറ്ററിൽ, എക്സാക്ട് സെൻറ്ററിൽ നമ്മളൊരു ചാർജിനെ വെക്കുന്നു. ടെന്നീസ് ബോളിന് ഉൾഭാഗത്ത് ഒരു സർഫസ് ഉണ്ടായിരിക്കും. ഒരല്പം മുകളിലേക്ക് നീങ്ങി പുറം ഭാഗത്തും ഒരു സർഫസ് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ടെന്നീസ് ബോളുടെ കളറുകളൊക്കെ നമുക്ക് പരിചിതമാണ്. ഒരുപക്ഷെ ഒരു ഗ്രീൻ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു റെഡ് കളറൊക്കെ ആയിരിക്കും അതിൻ്റെ ഔട്ടർ സർഫസിൻ്റെ കളർ വരുന്നത്. ഞാനിവിടെ എടുക്കുന്നത് ഒരു റെഡ് കളർ സർഫസ് ഉള്ള ഒരു ടെന്നീസ് ബോളിനെയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു റെഡ് കളർ കൊടുത്തത്. അതിൻ്റെ മുകൾ ഭാഗത്തെ സർഫസും ടെന്നീസ് ബോളിൻ്റെ തന്നെ ഉൾഭാഗത്തെ സർഫസും, ആ ടെന്നീസ് ബോളിൻ്റെ തിക്നെസ് ആണ് നമ്മളിവിടെ ഡി ആർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ടെന്നീസ് ബോളിൻ്റെ ഏറ്റവും സെൻറ്ററിൽ നമ്മൾ ആരെ വെച്ചിട്ടുണ്ട്? ഒരു പോസിറ്റീവ് ചാർജിനെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സോഴ്സ് ചാർജ്. ആ പോസിറ്റീവ് ചാർജ് കാരണം ടെന്നീസ് ബോളിൻ്റെ ഉൾഭാഗത്തുള്ള സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അതായത് ഉൾഭാഗത്തെ സർഫസാണ് ഞാൻ എ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. പോസിറ്റീവ് ചാർജാണ് സെൻട്രൽ വെച്ചിരിക്കുന്നത്, പോസിറ്റീവ് ചാർജാണ്. ആ പോസിറ്റീവ് ചാർജ് കാരണം ടെന്നീസ് ബോളിൻ്റെ ഉൾഭാഗത്തെ സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അതാണ് വി. അതായത് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം ടെന്നീസ് ബോളിൻ്റെ ഉൾഭാഗത്തുള്ള സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് വി. ഒരല്പം മുകളിലേക്ക് നീങ്ങിയിട്ടാണ് എന്ത് ഔട്ടർ സർഫസ് വരുന്നത്. ടെന്നീസ് ബോളിൻ്റെ തിക്നെസ് വളരെയധികം നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ആ സർഫസ്, മുകളിലത്തെ സർഫസും താഴെയുള്ള സർഫസും തമ്മിലുള്ള വളരെ ചെറിയ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആറുമാണ്. ഡി ആറിൻ്റെ വാല്യൂ വളരെയധികം ചെറുതുമാണ്. അങ്ങനെയെങ്കിൽ ഉൾഭാഗത്തുള്ള ആ സർഫസിലെ പൊട്ടൻഷ്യൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് ടെന്നീസ് ബോളിൻ്റെ ഇന്നർ സർഫസ് ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസാണ്. ആ ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ആണ്. ഇനി ഉള്ളിൽ വെച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു വരും. ഒരല്പം ഉള്ളിലുള്ള സർഫസിനേക്കാൾ ഒരല്പം പൊട്ടൻഷ്യൽ കുറവായിരിക്കും നേരെ മുകളിലുള്ള അതിൻ്റെ ഔട്ടർ സർഫസിലെ പൊട്ടൻഷ്യൽ. ഔട്ടർ സർഫസ് ബി ആണ്. ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ അതിനേക്കാളും ഒരല്പം ചെറുതായിരിക്കും അതിൻ്റെ പുറമെയുള്ള പൊട്ടൻഷ്യൽ. പുറമെയുള്ള സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ എടുത്തിരിക്കുന്നത് വി മൈനസ് ഡി വി ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സർഫസും ബി എന്ന് പറയുന്ന സർഫസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എ എന്ന് പറയുന്ന സർഫസിലെ പൊട്ടൻഷ്യൽ നമ്മൾ വി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസാണ്. ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസ് തന്നെയാണ്. സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഔട്ടർ സർഫസും ഇരിക്കുന്നത്, ടെന്നീസ് ബോളിൻ്റെ ഔട്ടർ സർഫസും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഈക്വൈ പൊട്ടൻഷ്യൽ സർഫസുകൾ തന്നെയാണ്. എ എന്ന് പറയുന്ന സർഫസിലെ പൊട്ടൻഷ്യൽ വിയും ബി എന്ന് പറയുന്ന സർഫസിലെ പൊട്ടൻഷ്യൽ വി മൈനസ് ഡി വിയുമാണ്. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ? വി ആണ് കൂടുതൽ പൊട്ടൻഷ്യൽ. അതായത് വി മൈനസ് ഡി വി എന്ന് പറയുന്നത് വിയേക്കാൾ ഒരല്പം കുറവാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സർഫസും ബി എന്ന് പറയുന്ന സർഫസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. വി എ വി ആണ്, വി ബി എന്ന് പറയുന്നത് വി മൈനസ് ഡി വിയുമാണ്.
VAB, potential difference between two surfaces, VAB equal to VA minus VB. VAക്ക് പകരം ഞാൻ ക്യാപിറ്റൽ V കൊടുക്കുന്നു, VBക്ക് പകരം ഞാൻ V മൈനസ് DB കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ വരും? VAB ഈക്വൽ ടു V മൈനസ്, ഈ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു V നെഗറ്റീവ് ആകും, DV പോസിറ്റീവുമാകും. ഇക്വേഷൻ എങ്ങനെ മാറും? ക്യാപിറ്റൽ V മൈനസ് ക്യാപിറ്റൽ V പ്ലസ് DV ആയിട്ട് മാറും. ആദ്യത്തെ രണ്ട് V ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടുക DV എന്നാണ്. അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രീവിയസ് നോളജ് അനുസരിച്ച് രണ്ട് ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് DV ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇനി വർക്ക് ഡൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ താഴെ വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ടെന്നീസ് ബോളിൻ്റെ സെൻറ്ററിൽ വെച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും പോവുക? പുറത്തേക്കായിരിക്കും പോവുക. അതേപോലെ തന്നെ ഇന്നർ സർഫസിനും ഔട്ടർ സർഫസിനും നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഇവിടെ ഇന്നർ സർഫസ് എയും ഔട്ടർ സർഫസ് ബിയുമാണ്. രണ്ട് സർഫസുകൾക്കും നോർമലായിട്ടാണ് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഞാൻ നേരെ മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ടേംസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ ഏത് സർഫസിൽ നിന്ന് ഏത് സർഫസിലേക്ക് നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് മൂവ് ചെയ്യേണ്ടി വരും? എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് മുകളിലേക്കാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാനായിട്ട്. ഏത് സർഫസിൽ നിന്ന് ഏത് സർഫസിലേക്കാണ്? ബി എന്ന് പറയുന്ന സർഫസിൽ നിന്ന് എ എന്ന് പറയുന്ന സർഫസിലേക്കാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? WBA ആയിരിക്കും. ആ WBAനെ ഡിവൈഡഡ് ബൈ Q0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ടേംസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. നോക്കാം. WBA ഈസ് ഈക്വൽ ടു, സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഡണ്ണിലുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആദ്യം നമ്മൾ B എന്ന് പറയുന്ന സർഫസിൽ വെക്കണം. അതിനുശേഷം ആ സർഫസിൽ നിന്ന് DR ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തുകൊണ്ട് A എന്ന് പറയുന്ന സർഫസിലേക്ക് എത്തണം. അതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് WBA. ആ WBA കണ്ടുപിടിച്ച് അതിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സർഫസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. നമ്മൾ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഇക്വേഷൻ 1. അത് എക്സാക്ട്ലി VA മൈനസ് VB ആണ്. അതായത് എയിലെ പൊട്ടൻഷ്യലും ബിയുടെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എക്സാക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മളൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ 1 വരെ നമ്മൾ എത്തി നിർത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആരുടെ ടേംസിൽ കണ്ടുപിടിക്കലാണ്? വർക്ക് ഡണ്ണിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ആദ്യം വർക്ക് ഡൺ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ ആദ്യം നമ്മൾ B എന്ന് പറയുന്ന സർഫസിൽ വെക്കണം. അപ്പോൾ ആ B എന്ന് പറയുന്ന സർഫസിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് DR ആണ്. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം F ഡോട്ട് DR, F ഇൻറ്റു DR ഇൻറ്റു കോസ് തീറ്റയാണ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? B എന്ന് പറയുന്ന സർഫസിൽ Q0 എന്ന് പറയുന്ന ചാർജ് വയ്ക്കുമ്പോൾ Q0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. നോക്കാം, B എന്ന് പറയുന്ന സർഫസിലും A എന്ന് പറയുന്ന സർഫസിലും എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. കാരണം ഒരു ചാർജിന് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്? ആ രണ്ട് സർഫസുകളുടെയും സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് B എന്ന് പറയുന്ന പോയിന്റിലെ അല്ലെങ്കിൽ B എന്ന് പറയുന്ന സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്യാപിറ്റൽ E ആണ്. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിലാണ് Q0 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് Q ഇൻറ്റു E. പോസിറ്റീവ് ചാർജാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഫോഴ്സിന്. നെഗറ്റീവ് ചാർജാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നമ്മളിവിടെ വെക്കുന്നത് ആരെയാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ്. ശ്രദ്ധിക്കണം, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ്.
പോസിറ്റീവ് സൈൻ ഉള്ളതും മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചാർജിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ആ ഒരു സർഫസിൽ വെക്കുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ Q0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ Q0യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ Q എന്ന് പറയുന്ന ചാർജ് വെച്ച് കഴിഞ്ഞാൽ QE ആയിരിക്കും ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ വെച്ചിരിക്കുന്നത് Q0 എന്ന് പറയുന്ന ചാർജാണ്. Q0 എന്ന് പറയുന്ന ചാർജ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q0E ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. ഇൻറ്റു DR എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ബിയും എയും തമ്മിലുള്ള ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് DR ആണ്. ഇനി കോസ് എഫ് പോകുന്നത് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്ക്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ. നമ്മൾ ആ ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നേരെ താഴേക്കാണ്. ഫോഴ്സ് മുകളിലേക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ ഈ ഒരു കേസിൽ 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ FDR കോസ് തീറ്റ എങ്ങനെ മാറും? എഫിന് പകരം Q0E കൊടുക്കുന്നു, DR അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. കോസ് തീറ്റയിലത്തെ തീറ്റയ്ക്ക് 180യും കൊടുക്കുന്നു, കോസ് 180. നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മളെടുക്കുന്ന ചാർജ് ഏത് രീതിയിലുള്ള ചാർജാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജാണ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. Q0യ്ക്ക് പകരം എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഇ അവിടെ തന്നെയുണ്ട്, DRും അവിടെ തന്നെയുണ്ട്. കോസ് 180 -1 ആണ്. അതായത് 1 ഇൻറ്റു Q0യ്ക്ക് പകരം 1 ആണ്. 1 ഇൻറ്റു ഇ ഇൻറ്റു DR ഇൻറ്റു -1. അങ്ങനെയാണെങ്കിൽ WBA എന്തായിട്ട് പോകും? -E ഇൻറ്റു DR ആയിട്ട് പോകും. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. DR എന്ന് പറയുന്നത് രണ്ട് സർഫസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇനി ആ ഇക്വേഷൻ നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. WBA = -E ഇൻറ്റു DR. ഇനി നമ്മൾ പണ്ട് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB = VA - VB. ഇതിൽ ഹയർ പൊട്ടൻഷ്യൽ VA ആണ്, ലോവർ പൊട്ടൻഷ്യൽ VBയുമാണ്. അങ്ങനെയെങ്കിൽ ചാർജിനെ മൂവ് ചെയ്യേണ്ടി വരിക B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്, എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. W നമ്മൾ എഴുതുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് വേണം കൊണ്ടുവരാനായിട്ട്. VAB = VA - VB = WBA / Q0. DV = അതായത് VAB എന്താണെന്ന് നമ്മൾ പണ്ടേ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. VAB = DV ആണെന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ VABക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? DV എഴുതാം. ഇനി VAB = WBA / Q0 എന്ന് പറയുന്ന ആദ്യത്തെയും മൂന്നാമത്തെയും ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ VABക്ക് പകരം DV കൊടുക്കുന്നു, WBAക്ക് പകരം -E ഇൻറ്റു DR കൊടുക്കുന്നു. Q0 അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓർ നേരത്തെ പറഞ്ഞതുപോലെ Q0 ആരാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജാണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ Q0യ്ക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഇക്വേഷൻ എങ്ങനെ മാറും? DV = -E ഇൻറ്റു DR എന്ന് പറയുന്ന ടേമിലേക്ക് മാറും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? നിങ്ങൾക്ക് വേണമെങ്കിൽ E = DV / DR എന്ന് എഴുതാൻ സാധിക്കും. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. DV = -E ഇൻറ്റു DR. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി = -DV / DR. ഈ DV ശരിക്കും എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ DVക്ക് പകരം എന്ത് എഴുതാം? V എഴുതാം. DV എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്നാണ്. DV അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റം. ഞാനതിനെ ഷോർട്ടാക്കിയിട്ട് V എന്ന് എഴുതി. DR എന്തായിരുന്നു? നമ്മളെടുക്കുന്ന രണ്ട് സർഫസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ. ഞാനതിനെ ലെങ്ത് എന്നോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നോ ഡിസ്പ്ലേസ്മെൻ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. DVക്ക് പകരം ഞാൻ V എന്ന് എഴുതുന്നു, DRന് പകരം L എന്ന് എഴുതുന്നു. ഇനി നെഗറ്റീവ് സൈൻ ഞാനിവിടെ ഇട്ടിട്ടില്ല. അതിന് കാരണമുണ്ട്, നമുക്ക് പറയാം, വഴിയെ പറയാം. E = -DV / DR വേണമെങ്കിൽ എങ്ങനെ എഴുതാം? E = V / L എന്ന് എഴുതാം. അതിൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, L എന്ന് പറയുന്നത്
നമ്മൾ ഏത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ കാണുന്നത് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. അതായത് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആറിലത്തെ മാഗ്നിറ്റ്യൂഡുകൾ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഡി വി ബൈ ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ഡി വി ബൈ ഡി ആറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഇതിൽ മൈനസിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. ഡി വി ബൈ ഡി ആറിനെ മാത്രം വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. മൈനസിനെ മാറ്റി നിർത്തി ഡി വി ബൈ ഡി ആറിനെ മാത്രം വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. നോട്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്? നമ്മളിവിടെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ടാണ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ എഴുതിയത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത് നോക്കാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മുകളിലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നുണ്ട്. നോക്കൂ, ഈ ഒരു ചാർജിൻ്റെ ഏറ്റവും അടുത്തുള്ള സർഫസ് ആയിരുന്നു എ. ആ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? വി. കുറച്ച് മുകളിലുള്ള സർഫസാണ് ബി. അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? ഒരല്പം കുറഞ്ഞു, വി മൈനസ് ഡി വി ആയി. ഇനി നിങ്ങൾ വീണ്ടും മുകളിൽ വേറൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ വീണ്ടും കുറയും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കുറഞ്ഞു വരുന്നുണ്ട്? പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കാനായിട്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആറിൽ ഡി വി ബൈ ഡി ആറിനെ മാത്രം വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കാം. നെഗറ്റീവ് സൈനിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണോ, ഏത് ഡയറക്ഷനിൽ കൂടിയാണോ ആ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.